എന്നു തീരും എൻ്റെ കഷ്ടം എന്നീ മണ്ണിലേ അന്നു മാറും എന്നു തീരും എൻ്റെ കഷ്ടം എന്നീ മണ്ണിലേ അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ അന്നു തൻ്റെ സുത്തരൊത്ത് പാടിക്കുമേ അന്നു സുത്തരൊത്ത് പാടിയാർക്കുമേ എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനോ എന്നെനിക്ക് സാധ്യമോ മഹൽ സമ്മേളനോ ആമേൻ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്ന എത്ര ഭാഗ്യമേ ആമേൻ യേശുവോട് ചേർന്നിരിപ്പ എത്ര മോദമേ യേശുവിനായി ജീവിക്കുന്ന എത്ര ഭാഗ്യമേ 2 കൊരിന്ത്യർ 1:4 കഷ്ടത്തിൽ ഉള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് വിടുതലും അത്ഭുതവും സൗഖ്യവും ഉയർച്ചയും പ്രാപിച്ചിട്ട് മുങ്ങാനല്ല, ഓടിക്കളയുവാനല്ല. ശ്രദ്ധിപ്പിൻ, ദൈവം നിന്റെ കഷ്ടതയിൽ നിന്നെ ആശ്വസിപ്പിക്കുന്നത് കഷ്ടതയിലുള്ള വേറെ ആളുകളെ നീ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. കഷ്ടതയിൽ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നീ സ്വന്തം അനുഭവത്തിൽ കണ്ടെത്തുവാനും നിന്റെ കഷ്ടതയിൽ ആശ്വാസം നീ കണ്ടെത്തുവാനും കണ്ടെത്തിയ നീ കഷ്ടതയിൽ ഇരിക്കുന്ന മറ്റാളുകളെ ആശ്വസിപ്പിപ്പാനും ദൈവം നിനക്ക് കഷ്ടത അനുവദിക്കുന്നു. ആമേൻ. 25 വർഷവും ഒരാഴ്ചയും ഞാൻ മക്കളില്ലാത്ത മലടനായിരുന്നു. ആ അനുഭവം കേംബ്രിഡ്ജിൽ പോയി 10 PhD എടുത്താലും ആ അനുഭവത്തിന് തുല്യമായി വേറൊരു അനുഭവം ഇല്ലവേ ഇല്ല. അങ്ങനെ അനേക ആളുകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരയുവാൻ 500, 1000 കുട്ടികളെ ദൈവം മലട്ട് അമ്മമാർ ചുമക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. എന്നെയും കർത്താവ് വിട്ടില്ല, എന്നെയും ദൈവം അനുഗ്രഹിച്ചു. ഈ ദൈവം വലിയവൻ തന്നെയാണ്. ആമേൻ. ഇവനെ ചപ്പറത്തിൽ തൂക്കി ചുമക്കാൻ പോകരുത്, കോണവും കെട്ടി. ഇവിടെ വന്ന് വചനവും കേൾക്കും, പോകുന്ന വഴിയിലൊരു കോണവും വാങ്ങി ചപ്പറത്തിൽ തൂക്കി നടക്കുന്ന ആളുകളുണ്ട്. നിന്റെ നാശം ഈ ദൈവത്തെ ദൈവമായി നീ കൊണ്ട് നടന്നാൽ നിന്നെ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തും. ആമേൻ, ആമേൻ. ദൈവം നിന്റെ ജീവിതത്തിൽ കഷ്ടത അനുവദിക്കുന്നത് നീ ആശ്വാസം കണ്ടെത്തുവാൻ, ആശ്വാസം മറ്റവർക്ക് പകർന്നു കൊടുപ്പാൻ. കഷ്ടതയിൽ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. മനുഷ്യൻ എന്തു ചെയ്യും? പകരം കണ്ടെത്താൻ പറയും. പകരം. ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ
സൗൽ 1 സാമുവേൽ 17:38 തൻ്റെ പടയങ്കി ഊരിക്കൊടുത്ത് പകരം ദാവീദിന് മനസ്സിലായി ഇത് പകരമാണ്, ഇത് എനിക്ക് ചേരുന്നില്ല. ഊരി അവൻ്റെ കയ്യിലേൽപ്പിച്ചു. പകരം. രണ്ടാമത് നീ കഷ്ടത്തിലായിരിക്കുമ്പോൾ മനുഷ്യൻ രണ്ടാമത്തെ മാർഗം നിന്നെ പരിഹസിക്കും. സങ്കീർത്തനം 119:51 അഹങ്കാരികൾ നിന്നെ പരിഹസിക്കും. മൂന്നാമത് തൻ്റെ സ്നേഹിതൻ യോബ് കഷ്ടത്തിലായി അവന് to comfort him, to have pity over him, പരിതപിപ്പാൻ സഹതപിപ്പാൻ 3 സ്നേഹിതന്മാർ പറഞ്ഞു ഒത്ത് യോബിൻ്റെ അടുത്ത് വന്നില്ല, അകലെ നിന്ന്. ഇവൻ്റെ രൂപം മാറിയിരിക്കുന്നത് കണ്ട്, ഇവൻ്റെ ഷേപ്പ് മാറിയിരിക്കുന്നത് കണ്ട് ദൂരത്ത് നിന്ന് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. യോബ് 2:11, യോബ് 2:12, യോബ് 4:7 ഒരു ചോദ്യമല്ല, ശരിക്കും ഒരു ആട്ടം ബോംബ് എടുത്ത് ജോബിൻ്റെ തലയ്ക്ക് വിട്ട്, യോബ് നിർദോഷിയായി ജീവിച്ച് നശിച്ചവൻ ആർ? Why does it happen to you? ജോബ് നിർദോഷിയായി ജീവിച്ച് നശിച്ചവൻ ആർ? അതിൻ്റെ അർത്ഥം നിന്റെ കയ്യിരുപ്പ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. കുറ്റം കണ്ടെത്തി. മനുഷ്യൻ പകരം നൽകും, പകരം കണ്ടെത്താൻ പറയും. യേശുവിന് പകരം അങ്ങ് വന്നാൽ മതി. പകരം പടയെങ്കി അവൻ ഊരി അവൻ്റെ കയ്യിലേൽപ്പിച്ചു. കുറച്ചാളുകൾ പരിഹസിക്കും, മറ്റവർ കുറ്റം കണ്ടുപിടിക്കും. ദൈവമോ, മകനെ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം, ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവം, ഞാൻ തന്നെ നിങ്ങൾ ആശ്വസിപ്പിക്കുന്നവൻ. ഐസയാ 51:12. മത്തായി സുവിശേഷം 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി ഉള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ. യേശുവിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആമേൻ. അപ്പോസ്തലർ 3:14 യേശു ജീവനായകൻ. എബ്രായർ 5:9 യേശു നിത്യ രക്ഷാനായകൻ. എബ്രായർ 12:2 യേശു വിശ്വാസ നായകൻ. ക്യാപ്റ്റൻ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ആദർ ഓഫ് ലൈഫ്, ആദർ ഓഫ് എറ്റേണൽ സൽവേഷൻ, ക്യാപ്റ്റൻ ഓഫ് ഫെയ്ത്ത്. അവസാനം 2 കൊരിന്ത്യർ 1:3 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു യേശു ആശ്വാസനായകൻ, ആദർ ഓഫ് കംഫേർട്ട്. നീ ഏത് അവസ്ഥയിൽ കടന്നു പോയാലും വചനത്തെ മറക്കരുത്. അഭിഷേക് അമ്മയുടെ വയറ്റിലിരുന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഹൈടെക് ആസ്പത്രിയിൽ ഒരു ഡോക്ടറല്ല 2 ഡോക്ടർമാർ ഉള്ള ടീം, ഹൈ റിസ്ക് പ്രഗ്നൻസി ഡിപ്പാർട്ട്മെൻറ്റ്, സാധാരണ ഗൈനക്കോളജിസ്റ്റ്, 2 പേരും ഞങ്ങളെ സഹായിച്ചു. അവസാനം വിധി എഴുതി, ഈ മോനും നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇടി വീഴുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നാണ് എൻ്റെ തലയിൽ ഇടി വീണത്. അപ്പോൾ എന്നെ ആശ്വസിപ്പിച്ചത് ഒരു വചനമാണ്. നാഗൂം 1:7 എ ട്രബിൾ
will not rise up for the second time for a righteous man. ഒരു ഭക്തന് ഒരു കഷ്ടത രണ്ടാം പ്രാവശ്യം പൊങ്ങി വരികയേയില്ല. ആ വചനം തന്ന ബലമാണ് എൻ്റെ അഭിഷേക് മോൻ. ആമേൻ. ചുമ്മാ കിളവി കഥകളുമായല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ദൈവം ഒറിജിനൽ ദൈവമാണ്. ഇവൻ ഏറ്റവും വലിയവനാണ്. ഇവൻ തന്നെ സത്യം. ആമേൻ. എൻ രക്ഷിതാവേ നിൻ വരവ് കാത്ത് കാത്ത് ഞാൻ ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണോ. രക്ഷിതാവേ നിൻ വരവ് കാത്ത് കാത്ത് ഞാൻ ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണോ. നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോ. നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ എല്ലാ നാളും. ഒരേ ഒരു കാര്യം, വളരെ ആഴമായുള്ള വചനം അല്പം ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാം. എന്നെ അനുഗ്രഹിച്ചവൻ നിങ്ങളെ അനുഗ്രഹിക്കും. റോട്ടിൽ ഇരുന്ന് തെണ്ടിയിട്ടില്ല സുന്ദർ സിംഗ്. റോട്ടിലിരുന്ന് ഭിക്ഷ യാചിച്ചിട്ടില്ല. പക്ഷേ മറ്റെല്ലാ രീതിയിലുള്ള കഷ്ടതയും 20 വയസ്സിന് അകം അനുഭവിച്ചവനാണ്. പബ്ലിക്കായി പറയത്തില്ല. എല്ലാ കഷ്ടതയും. അതുകൊണ്ടാണ് ദൈവം എന്നെ ഒരു വേലക്കാരനാക്കിയത്. ചാണകം, അതിൻ്റെ മുകളിൽ പനവോല കൊണ്ടുള്ള തടക്ക്. ഇങ്ങനെ കിടന്നപ്പോൾ ഇവൻ്റെ പേര് ചെല്ലപ്പനെന്നോ തങ്കപ്പനെന്നോ ഇടരുത്. ഇവൻ്റെ പേര് സുന്ദർ സിംഗ് എന്ന് ഇടണം. ഒരു പ്രവാചിയുടെ വാക്ക്. കാരണം അത്ര ക്വാളിറ്റി ഞങ്ങളുടെ കുടുംബത്തിനുണ്ട്. ഒരു കുഞ്ഞുമോനോ ഒരു തങ്കവേലോ ഒരു കൃഷ്ണസ്വാമിയോ എന്നിടരുത്. ഇവൻ്റെ പേര് സുന്ദർ സിംഗ് എന്ന് ഇടണം. ആ വേലയ്ക്ക് വേണ്ടി 20 വയസ്സിന് മുമ്പ്, 20 വയസ്സിൽ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ടാണ് എനിക്ക് മീശ മുളച്ചത്. അത്ര കരുണ ദൈവം എനിക്ക് കാണിച്ചു. കഷ്ടതയാണോ നിനക്ക് ഈ കഷ്ടത? പക്ഷെ ഞാൻ പറയാത്തത് എൻ്റെ കഷ്ടതയെ പറഞ്ഞ് സുവിശേഷം അറിയിക്കാനല്ല, കർത്താവിൻ്റെ കഷ്ടതയെ പറഞ്ഞ് സുവിശേഷം അറിയിക്കാണ് ദൈവം എന്നെ വിളിച്ചത്. കഷ്ടതയാണോ? കരയുക, പ്രാർത്ഥിക്കുക, മർമ്മം കണ്ടെത്തുക, അവനോട് ചേരുക. നീ അനുഭവിച്ച ക്ലേശങ്ങൾക്ക് തക്ക സന്തോഷം ഇവിടെ തന്നിട്ട് അങ്ങോട്ട് വിളിക്കുകയുള്ളൂ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 27 അത് ദൈവം തന്നെ വച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ വേണ്ടി മാത്രമല്ല, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും. അത് മറക്കരുത്. കഷ്ടം നിനക്ക് വേണ്ടിയല്ല, അവനിൽ വിശ്വസിപ്പാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി, വചനത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും ദൈവം നിങ്ങൾക്ക് വരം. ഇത് വരമാണ്. മുഖം ചൊളിക്കരുത്. ജ്ഞാനത്തിൻ്റെ വചനം ഒരു വരം, പരിജ്ഞാനത്തിൻ്റെ വചനം ഒരു വരം,
വിശ്വാസം ഒരു വരം, രോഗശാന്തി ഒരു വരം, വീര്യപ്രവൃത്തികൾ ഒരു വരം, പ്രവചനം ഒരു വരം, ആത്മാക്കളുടെ വിവേചനം ഒരു വരം, സംസാരിച്ച അന്യഭാഷ വ്യാഖ്യാനിക്കുന്നത് 9ാമത്തെ വരം. 10ാമത്തെ വരം നീതിമാന്റെ ജീവിതത്തിൽ സ്വർഗം കഷ്ടത നൽകുന്നതാണ്. It is a gift. It is a gift. Affliction in the life of a righteous man, Bible records, it is a gift. അത് ഒരു വരമാണ്. അതാണ് തൻ്റെ പൊന്ന് ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് കർത്താവ് അരുളി ചെയ്തത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഈ ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു. കഷ്ടതയിൽ കൈവിട്ട് ഒതുങ്ങി നിൽക്കുന്ന ദൈവമല്ല നിന്റെ ദൈവം. കഷ്ടതയിൽ ധൈര്യം നൽകുന്നവൻ. ഒടുവിൽ നിനക്ക് അവൻ പ്രാപിച്ച ധൈര്യം നിനക്ക് തരുന്ന ദൈവമാണ്. അതേപോലെ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് എഴുതുന്ന 1 കൊരിന്ത്യർ 10:13 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 10:13 നീ കഷ്ടതയിൽ കടന്നു പോകുമ്പോൾ കഷ്ടതയിൽ കൂടെ പോക്കുവഴി, ഹൗ ടു എസ്കേപ്പ്. ആത്മഹത്യ ചെയ്യാനല്ല, വിഷം കഴിക്കാനല്ല, നാട് വിടാനല്ല, മുങ്ങുവാനല്ല, തൂങ്ങിച്ചാകാനല്ല. How to escape. God has planned for you how to escape from the tribulation. പോക്കുവഴി. നിന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ച ഏത് കഷ്ടതയിലും പോക്കുവഴി തമ്പുരാൻ ക്രിസ്തുവിന്റെ കരത്തിൽ ഉണ്ട്. പോക്കുവഴി. 1 കൊരിന്ത്യർ 10:13 യോബ് എഴുതുന്നു, ഈ കഷ്ടത വല്ലപ്പോഴമല്ല. സന്തോഷത്തോട് കേൾക്കണമേ. നാം ധ്യാനിക്കുന്നത് കഷ്ടതയെക്കുറിച്ചെങ്കിലും കേൾക്കുന്നത് സന്തോഷമാ കേൾക്കണം. യോബ് എഴുതുന്നു, വല്ലപ്പോഴമല്ല ഈ കഷ്ടത. ട്രിബുലേഷൻ എവറി മോമെന്റ്. സബബ് യോബ് 7:18 മാത്രതോറും കഷ്ടത. ഹല്ലേലൂയ. മാത്രതോറും every single second trial, every single second affliction. മാത്രതോറും കഷ്ടത ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വൻ കാരുണ്യം മാത്രതോറും അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള പോക്കുവഴിയും ദൈവത്തിൻ്റെ കരത്തിൽ ഉണ്ടേ. ആമേൻ. സ്തോത്രം വരുന്നില്ല. വാ തുറന്ന് കൈകൾ ഉയർത്തി കൈകളെ തട്ടി ആമേൻ. അവസാനം ഇത് നീതിമാന്റെ ഭാഗത്തിലുള്ള കാര്യം. ഇനി മറ്റാളുകളുണ്ടല്ലോ. ഒരു ചാൺ വയറാണ് അവർക്ക് ദൈവം. ഒരു ചാൺ വയറ്. പിന്നെ ചാണ് മുളം കൊണ്ട് അളന്നിങ്ങനെ കൊണ്ട് തൂക്കി നിർത്തും വിഗ്രഹങ്ങൾ. അതാണ് അവരുടെ വയറ്. ജീവനില്ലാത്ത വിഗ്രഹം അവരുടെ ദൈവം. അവരെക്കുറിച്ച് എന്താണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്? യോബ് എഴുതുന്നു, എൻ്റെ ദൈവം തൻ്റെ കോപത്തിൽ തൻ്റെ കോപത്തിൽ കഷ്ടതയെ ദുഷ്ടന് വിഭാഗിച്ചു കൊടുക്കും. മനസ്സിലായോ? God is righteous. In the meantime, God is angry. God is angry. സങ്കീർത്തനം 7:11 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവൻ നീതിമാനാകയാൽ 39:14 നീതിയും ന്യായവും ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകയാൽ അവൻ സങ്കീർത്തനം 7:11 ദിവസം പ്രതി കോപിക്കുന്ന ദൈവം. He is angry. My God, righteous God, is angry with the wicked daily. ദുഷ്ടനോട് എന്നും കോപിച്ചിട്ട് കഷ്ടതയെ ആളുകൾക്ക് ഇങ്ങനെ വിഭാഗിച്ചു കൊടുക്കും. യോബ് 21:17
யோபு 21:17 தெய்வம் கோபத்தில் കഷ്ടതയെ വിഭാഗിച്ചു കൊടുക്കുന്നു. എങ്ങനെ? ആമോസ് 3:6 യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ? അത് വരച്ചെടുക്കണം. ആമോസ് 3:6 ആമോസ് പ്രവാചകൻ എഴുതുന്നു, എൻ്റെ ദൈവം വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ, വീടുകളിൽ, വ്യക്തികളിൽ, ഗവൺമെന്റുകളിൽ, പട്ടണങ്ങളിൽ, ദേശങ്ങളിൽ, ഊരുകളിൽ, ഗ്രാമങ്ങളിൽ, ആളുകളിൽ ദൈവം വരുത്തിയിട്ട് അല്ലാതെ കഷ്ടത വന്ന് ഭവിക്കുമോ? അതിൻ്റെ അർത്ഥം ദൈവം വരുത്തി വീതിച്ചു കൊടുക്കുന്ന കഷ്ടതകളും ഉണ്ട്, മനുഷ്യൻ തൻ്റെ കയ്യിരിപ്പ് കൊണ്ട് വരുത്തി തീർക്കുന്ന കഷ്ടതകളും ഉണ്ട്. യേശുവിൻ്റെ കാലത്ത് യേശു പ്രസംഗിച്ച് അത്ഭുതം ചെയ്ത് നടന്ന ആ നാളിൽ ഒരു ചൂട് വാർത്ത. ലോക പ്രസിദ്ധമായ സിലോഗാം ടവർ കൊലാപ്സായി 18 ആളുകളുടെ തലയിൽ വീണ് അപ്പം മരിച്ചു. ലൂക്കോസ് 13:1-4 സിലോഗാം ടവർ വീണ് ആ സ്പോട്ടിൽ 18 ആളുകൾ മരിച്ചു. കഷ്ടത. അവിടെ യേശു കർത്താവ് ഉടനെ പറയുന്നു, നിങ്ങളും മാനസാന്തരപ്പെടാഞ്ഞാൽ ഇങ്ങനെ തന്നെ മരിക്കും. കോവിഡ് ദൈവം അറിയാതെയല്ല, ദൈവത്തിൻ്റെ കൺട്രോളിൽ വന്നതാണ്. ജനം ദൈവത്തോട് അടുക്കുവാൻ. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് അതിൻ്റെ പേരും പറഞ്ഞ് അകലെന്ന്. അന്തോ പരിതാപം, അന്തോ പരിതാപം. മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.